എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് 2-3 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്ലൈസ് ബ്രെഡാണ്. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 2 സൈഡിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസോ എന്തെങ്കിലും വേണമെങ്കിൽ പരട്ടാം കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് കുറച്ച് ബട്ടറും കൂടി ആക്കിയതിന് ശേഷം ഒന്നും കൂടി തിരിച്ചിട്ട് ഞാൻ അവിടെയും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെയും നല്ലപോലെ ഒന്ന് ടോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് കേട്ടോ നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ മുകളിൽ ഒന്നായിട്ട് കവറാവുന്ന രീതിയിൽ മൊത്തമായിട്ട് ഒരു 1/2 കപ്പ് പാല് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്തിൽ നമുക്കിതിലേക്ക് കുറഞ്ഞ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഞാൻ കുറച്ച് കുങ്കുമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമ്മൾ ഏലക്കാപ്പൊടി മാത്രം ചേർത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറഞ്ഞ ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നല്ല മധുരത്തിലാണ് കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ ഒരു 3-4 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് മധുരം ഉണ്ടാവില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ആ ഒരു മധുരത്തിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് ചായൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.